ഈ വരുന്ന 12-ാം തീയതി നടക്കാൻ പോകുന്ന ഫയർ വുമൺ ഫയർമെൻ കാറ്റഗറിയിൽ വരുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന സെഷനായിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോ അവസാനം വരെ കാണുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് അധികം വൈകിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദേശീയ അഗ്നിശമന ദിനമായി ആചരിക്കുന്നത് ഏത് ഡേറ്റിലാണ്? ഏപ്രിൽ 4, ഏപ്രിൽ 14, ഏപ്രിൽ 5, ഏപ്രിൽ 15. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏപ്രിൽ 14-ാം തീയതിയാണ് നമ്മൾ ആചരിക്കുന്നത്. ഏപ്രിൽ 14-ാം തീയതി, ഏപ്രിൽ 14-ാം തീയതിയാണ് ദേശീയ അഗ്നിശമന ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ തന്നെ കൂടെ പഠിച്ചു പോവുക. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: IT ആക്ട് 2000 ഭേദഗതി ചെയ്ത വർഷം. നമുക്ക് എല്ലാവർക്കും അറിയാം IT ആക്ട് 2000-ലാണ് നിലവിൽ വന്നതെന്ന് അറിയാം. എന്നാൽ ഭേദഗതി ചെയ്ത വർഷമാണ്, അതും പഠിച്ചു വെക്കുക. 2008-ലാണ് നമ്മൾ IT ആക്ട് ഭേദഗതി ചെയ്തത്. IT ആക്ട് ഭേദഗതി ചെയ്ത വർഷം 2008-ആണ്. സോ അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സോ ഒന്നാമത്തെയാണ്: സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം സിംഗപ്പൂർ ആണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ: ഭേദഗതി ചെയ്ത IT ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 പറയുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ: സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യയാണ്. അങ്ങനെയാണോ? സൈബർ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യയാണോ? അല്ല. ഇന്ത്യക്ക് മുമ്പ് തന്നെ കുറേ സൈബർ നിയമങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ വന്ന ശേഷമാണ് ഇന്ത്യയിലാണ് ഡെവലപ്മെന്റ് വന്ന് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ സൈബർ നിയമം ആദ്യം ഇവിടെ വന്നിട്ടുണ്ടാവും. മുമ്പ് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ആ ഭാഗത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ സി ശരിയല്ല. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യ രാജ്യം സിംഗപ്പൂരാണെന്ന് പറയുന്നുണ്ട്. അതും ശരിയല്ല. ബി മാത്രമേ ശരിയുള്ളൂ. ഭേദഗതി ചെയ്ത IT ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 അപ്പോ എയും സിയും തെറ്റാണ്. ബാക്കി ഭേദഗതി ചെയ്യപ്പെട്ട ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. 2008-ലാണ് ഭേദഗതി ചെയ്തത്, 2009-ലാണ് അത് നിലവിൽ വരുന്നത്. സോ അടുത്തത്: ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്. റെഡ് ക്രോസ് നമുക്കറിയാലോ. റെഡ് ക്രോസ് നൊബേൽ സമ്മാനം 3 വട്ടം അടുപ്പിച്ച്, അല്ലെങ്കിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 3 പ്രാവശ്യം ലഭിച്ചതാർക്കാ? റെഡ് ക്രോസിനാണ്. ലോക റെഡ് ക്രോസ് ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? മാർച്ച് 8-ആണോ, ഏപ്രിൽ 8-ആണോ, മെയ് 8-ആണോ, ജൂൺ 8-ആണോ? ഉത്തരം മെയ് 8-ആണ് കേട്ടോ. ഉത്തരം മെയ് 8-ആണ് ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ: റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ച വർഷം ഏതാ? റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ച വർഷം 1863-ലാണ്. 1863-ആണ്. പഠിച്ചു പോവുക, പറയുമ്പോൾ തന്നെ കൂടെ പഠിച്ചു പോവുക. 1863-ലാണ്. സോ 2000 മുതൽ ഫസ്റ്റ് എയ്ഡ് ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടന ഏതാണ്? WHO ആണോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണോ, റെഡ് ക്രോസ് ആണോ, WMO ആണോ, UNO ആണോ? WMO എന്തായാലും ആയിരിക്കില്ല അല്ലേ. കാര്യം ഫസ്റ്റ് എയ്ഡ് ദിനം മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ എന്തിനാ ചെയ്യാൻ പോകുന്നത്? UNO, WHO ഉണ്ട്, റെഡ് ക്രോസ് ഉണ്ട്. ഇതിൽ റെഡ് ക്രോസ് ആണ് ഫസ്റ്റ് എയ്ഡ് ദിനം ആദ്യമായി ആചരിക്കാൻ തീരുമാനിച്ച സംഘടന എന്ന് പറയുന്നത് റെഡ് ക്രോസ്. അപ്പം റെഡ് ക്രോസിനെ കുറിച്ച് 3 കാര്യങ്ങൾ പഠിച്ചില്ലേ? 1863 നിലവിൽ വന്നു. മെയ് 8-ന് റെഡ് ക്രോസ് ദിനമായി, ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നു. 2000 മുതൽ ഫസ്റ്റ് എയ്ഡ് ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടനയും റെഡ് ക്രോസ് ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിൽ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഏതാണ്? മണലിനെയും അമോണിയം ക്ലോറൈഡിനെയും വേർതിരിക്കണം. ഏതാണ്? സ്വേദനമാണോ, ഉത്പാദനമാണോ, സെൻട്രിഫ്യൂഗേഷൻ ആണോ, ക്രോമാറ്റോഗ്രഫി ആണോ? ഉത്തരം
ഉത്പതനമാണ് കേട്ടോ. ഉത്തരം ഉത്പതനമാണ്. ഉത്പതനം മറക്കാതെ ഓർത്തു വയ്ക്കുക. ഉത്പതനമാണ്. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്ന രീതി ഉത്പതനമാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വെറ്റ് കെമിക്കൽ അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന മൂലകം ഏതാണ്? പ്രധാന മൂലകം വെറ്റ് കെമിക്കൽ ആണ്, അതായത് ഇതിന് നനവുള്ള കെമിക്കൽ അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന മൂലകം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം, മെഗ്നീഷ്യം അല്ല, ഫോസ്ഫറസ് അല്ല, കോപ്പർ അല്ല, പൊട്ടാസ്യമാണ് നമ്മുടെ ആൻസർ. പൊട്ടാസ്യം വെറ്റ് കെമിക്കൽ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാന മൂലകം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്, ഗ്യാസലിന്റെ ഫ്ലാഷ് പോയിന്റ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസലിന്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? ഫ്ലാഷ് പോയിന്റ് -14 ആണ്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. -40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് വരുന്നത്, ഗ്യാസലിന്റെ ഫ്ലാഷ് പോയിന്റ്. ഓക്കെ. അടുത്തത്, തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയ ഏതാണ്? ചാലനമാണോ, വികിരണമാണോ, സംവഹനമാണോ, അല്ല ഇവയൊന്നുമല്ലേ? ഏതാണ്? തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മാത്രം മൂലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയ ഏതാണ്? ചാലനമാണ് കേട്ടോ. ചാലനമാണ്. നമ്മൾ ഹീറ്റിന്റെ ചലന പ്രക്രിയ നമ്മൾ വിശദമായ ഓരോ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അത് പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ചാലനമാണ് കമ്പനം മൂലം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ. വൈദ്യുതാഘാതം സംഭവിച്ച വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? ഓപ്ഷൻസ് വായിക്കുമ്പോൾ, വ്യക്തിക്ക് ബോധമുണ്ടോ എന്ന് നോക്കുക, വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക, ഗുരുതര പരുക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക, ഇവ ഒന്നുമല്ല. സോ നമ്മൾ ആദ്യം ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യാനായിട്ട്, ഒരു വൈദ്യുത ആഘാതം ഏറ്റിട്ടുള്ള വ്യക്തിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് അടുത്ത് പോകുമ്പോൾ ആദ്യം നമുക്ക് നോക്കും, വ്യക്തമായി ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ടോ എന്നല്ല ആദ്യം നോക്കേണ്ടത്. ആദ്യം പോയി കയറി തൊടാൻ പറ്റത്തില്ലല്ലോ. സോ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ചർമ്മത്തിനടിയിലുള്ള ശരീരകലകൾ വരെ നശിച്ചു പോകുന്ന തരം പൊള്ളലിനെ ഏത് ഡിഗ്രി പൊള്ളലായിട്ട് നമ്മൾ കണക്കെടുക്കുക? 1 ഡിഗ്രി ഉണ്ട്, 2 ഡിഗ്രി, 3 ഡിഗ്രി, 4 ഡിഗ്രി എന്നിങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. അത് നോക്കി വെക്കുക. ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് മെയിൻ ആയിട്ടുള്ളത്, ചർമ്മത്തിനടിയിലുള്ള ശരീരകലകൾ നശിക്കുന്ന തരം പൊള്ളൽ ഏതാണ്? അടിയിലുള്ള വളരെ നല്ല രീതിയിലുള്ള പൊള്ളലാണ്. അത് 4 ഡിഗ്രി പൊള്ളലിലാണ് പെടുക. 4 ഡിഗ്രി പൊള്ളല്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാൽ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ എന്താണ്? CPR ആണോ, ഹെംലിക് മാനുവൽ ആണോ, AED ആണോ, കൃത്രിമ ശ്വാസോച്ഛ്വാസമാണോ? ഏതാണ് കൊടുക്കേണ്ടത്? ഹെംലിക് മാനുവൽ ആണ് നമ്മൾ എന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കൃത്രിമ ശ്വാസോച്ഛ്വാസമോ CPR ഒന്നുമല്ല അവർക്ക് വേണ്ടത്. ഹെംലിക് മാനുവൽ എന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവർക്ക് ആവശ്യം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്വാസനാളത്തിൽ പുറമേയുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരം തടസ്സപ്പെടുന്ന അവസ്ഥ ഏതാണ്? വായുസഞ്ചാരം തടസ്സപ്പെടുന്ന, നമ്മൾക്ക് തൊണ്ടയിൽ ഒരു ഭക്ഷണ വസ്തു കുടുങ്ങിയാൽ അത് ആ അവസ്ഥയെ പറയുന്ന പേരെന്താന്നാ ചോദിച്ചിരിക്കുന്നത്? ചോക്കിംഗ് ആണ് കേട്ടോ. ചോക്കിംഗ് എന്ന് പറയും. ചോക്കിങ്ങിലാണ് ആ വ്യക്തി ചോക്കിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. സോ അത് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൃദയ ശ്വസന പുനരുജ്ജീവനം ഒരു മുതിർന്ന വ്യക്തിയിൽ ചെയ്യുമ്പോൾ നെഞ്ച് അമർത്തുന്നത് സെന്റിമീറ്ററിൽ എത്ര സെന്റിമീറ്ററിൽ കൂടുതൽ താഴാൻ പാടില്ല എന്നാണ് പറയുന്നത്? എത്ര സെന്റിമീറ്റർ കൂടുതൽ താഴെ പാടില്ല? 5 സെന്റിമീറ്റർ താഴെ പാടത്തില്ല. 5 സെന്റിമീറ്റർ കൂടുതൽ താഴെ പാടില്ല. ഹൃദയശ്വാസന പുനരുജ്ജീവനം മനസ്സിലായില്ലേ? അപ്പൊ CPR കൊടുക്കുമ്പോഴാണ് പറയുന്നത്. CPR കൊടുക്കുമ്പോൾ 5 സെന്റിമീറ്ററിൽ താഴെ ആവാൻ പാടില്ല. അത് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CPR പ്രഥമ ശുശ്രൂഷ മാർഗത്തിന്റെ പിതാവ് ആരാണ്? അപ്പൊ നമ്മൾ CPRനെ പറ്റി പറഞ്ഞു. അപ്പൊ അതിന്റെ പിതാവ് അറിയണ്ടേ? പിതാവാണ് കാൾ ലൈൻസ്റ്റീലർ ആണോ, വില്യം ഹാർവേ ആണോ, ജെയിംസ് ഏലാം ആണോ, പീറ്റർ സഫർ ആണോ? അപ്പൊ പീറ്റർ സഫർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. CPR നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് CPR കൊടുക്കുന്നത്. ആലോചിച്ചാൽ മതി. അപ്പൊ പീറ്റർ സഫർ എളുപ്പത്തിൽ പഠിക്കാലോ. ഓക്കെ. CPR പ്രഥമ ശുശ്രൂഷ മാർഗത്തിന്റെ പിതാവാണ് പീറ്റർ സഫർ.
അടുത്ത ക്വസ്റ്റ്യൻ, നീല നിറം പ്രതിനിധാനം ചെയ്യുന്നത് ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനെ തിരിച്ചറിയാനാണ്? ഫോം എക്സ്റ്റിങ്ക്യൂഷർ ആണോ, CO2 എക്സ്റ്റിങ്ക്യൂഷർ ആണോ, വാട്ടർ ആണോ, ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂഷർ ആണോ? ഏതിനാണ്? നമ്മൾ വിചാരിക്കും നീല നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. എന്നാൽ ഇതിൽ ഓപ്ഷൻ ഡി ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂഷർ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂഷർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷൻ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതായിരിക്കും അതിന്റെ സെഷൻ വരുന്നത്? സെഷൻ 69A ആണോ, 67A ആണോ, 66F ആണോ, 66E ആണോ? ഏതാണ്? 67A ആണ്. 67A ആണ്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രഥമ ശുശ്രൂഷ പട്ടികയിൽ ഉണ്ടായിരിക്കേണ്ട സാമഗ്രികൾ ഏതെല്ലാം? തന്നിരിക്കുന്ന പ്രഥമ ശുശ്രൂഷ പട്ടികയിൽ ഉണ്ടായിരിക്കേണ്ട സാമഗ്രികൾ: ബാൻഡേജുകൾ, അണുനാശിനി, തെർമോമീറ്റർ, റബ്ബർ കയറുകൾ, കത്രികകൾ. ഇതെല്ലാം തന്നെ ഒരു എന്താ പറയാ, പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട സാമഗ്രികൾ തന്നെയാണ്. അപ്പൊ എല്ലാം ഓർത്ത് വെക്കുക. ബാൻഡേജ് ഉണ്ടായിരിക്കണം, അണുനാശിനി ഉണ്ടായിരിക്കണം, തെർമോമീറ്റർ ഉണ്ടായിരിക്കണം, റബ്ബർ കയറുകൾ ഉണ്ടായിരിക്കണം, കത്രികകളും ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണോ, ജൂൾ ആണോ, ജൂൾ പെർ കിലോഗ്രാം ആണോ, ജൂൾ കിലോഗ്രാം കെൽവിൻ ആണോ? ഏതായിരിക്കും? ജൂൾ. നമ്മൾക്കറിയാം കെൽവിൻ, നമുക്കിവിടെ ഹീറ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് കെൽവിൻ എന്നുള്ള സ്കെയിൽ എന്തായാലും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശിഷ്ട താപധാരിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ഇതിന്റെ ആൻസർ. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഒരു ദ്രാവകം അതിന്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ഏതാണ്? ഒരു ദ്രാവകം അതിന്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ഏതാണ്? ബാഷ്പീകരണമാണോ, ബാഷ്പനമാണോ, ഇവ രണ്ടുമാണോ, ഇവ ഒന്നുമല്ല എന്നുള്ള ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് എഴുതാൻ പോകുന്ന ഏതായിരിക്കും? ബാഷ്പീകരണം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. എന്നാൽ ബാഷ്പീകരണ ഓപ്ഷൻ തെറ്റാണ്. ബാഷ്പീകരണം എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. ബാഷ്പനം ആണ് ശരി. ബാഷ്പനം. ഒരു ദ്രാവകം അതിന്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമാകുന്ന പ്രവർത്തനം ബാഷ്പനമാണ്. മറ്റുള്ളതൊക്കെ അതിന്റെ തിളനിലയിൽ വെച്ച് ബാഷ്പീകരിക്കപ്പെടുന്നതല്ല, മറ്റുള്ള ഡിഗ്രി സെൽഷ്യസുകളിൽ വെച്ച് ബാഷ്പീകരണം ചെയ്തു പോകുന്നതാണ്. ഓക്കെ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ശരി. അടുത്തത്, വെള്ളം നിറച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ചുവപ്പാണോ, കറുപ്പാണോ, ക്രീമാണോ, നീലയാണോ? ഏതാണ്? നമ്മൾ പറഞ്ഞു മുമ്പ് വെള്ളത്തിന്റെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ വരുന്നത് ഏതായിരിക്കും? നീലയായിരിക്കും എന്നൊക്കെ നമുക്ക് ഓർമ്മ വന്നു. എന്നാൽ ഇവിടെ വെള്ളം നിറച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ ചുവപ്പ് നിറത്തിലാണ് അടയാളപ്പെടുത്തുക. ചുവപ്പ് നിറത്തിലാണ് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന കളർ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, MSDS എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? MSDSന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. മാസീവ് സേഫ്റ്റി ആണോ? ഏതാണ്? നമുക്ക് ചോദ്യങ്ങളൊന്നും ആൻസർ ഒന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് വായിക്കണ്ട, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാം. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ആണ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നുള്ളതാണ് പ്രത്യേകം ഓർത്തു വെച്ചിരിക്കുക. അതാണ് കൂടെ തന്നെ പറഞ്ഞ് എഴുതി തന്നെ പഠിക്കുക. അല്ലെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് മിസ്റ്റേക്ക് വന്ന് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നാണ് MSDS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ എത്ര വിഭാഗങ്ങളിലായി ക്രമപ്പെടുത്തിയിരിക്കുന്നു? എത്ര വിഭാഗങ്ങളിലായിട്ടാണ് ഡാറ്റ ഷീറ്റിൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്? 16 വിഭാഗങ്ങളായിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 16 ഓർത്തു വയ്ക്കുക. 16 ഭാഗങ്ങളായിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അടുത്തത്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താപം അല്ലെങ്കിൽ ഹീറ്റ് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി നമുക്കറിയാം. ഏതൊക്കെയാണ്? ചാലനം, സംവഹനം, വികിരണം. ഇത് മൂന്നെണ്ണത്തിലൂടെയാണ് ഹീറ്റ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിയാം. അപ്പൊ ഇതിലെല്ലാം ഇവയെല്ലാം എന്നുള്ള ഓപ്ഷനിലെ വിടുക. ഒരെണ്ണത്തിൽ കൂടുതൽ മാത്രമല്ലല്ലോ, ചാലനത്തിൽ കൂടുതൽ മാത്രമല്ലല്ലോ നമ്മൾ ഹീറ്റ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, 3 കൂടിയും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇവയെല്ലാം എന്നുള്ള ഓപ്ഷനാണ് ശരി.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തിക്ക് ആന്തരികമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങൾ: മുഖവും ചുണ്ടും വിളറിയിരിക്കും, ത്വക്ക് തണുത്ത് മരവിക്കും, പൾസ് കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യും. അപ്പോൾ ഇത് മൂന്നും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മുഖവും ചുണ്ടും അവർക്ക് എപ്പോഴും വിളറിയതായിരിക്കും, ത്വക്ക് തണുത്ത് മരവിച്ചതായിരിക്കും, പൾസ് അവർക്ക് കുറയുകയും ഇല്ലാതാവുകയും ചെയ്യും. ഇതെല്ലാം ഉണ്ട് ഒരു വ്യക്തിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? നമുക്കറിയാം 4-5 സ്കെയിൽ ഉണ്ടല്ലേ. കെൽവിൻ സ്കെയിൽ ഉണ്ട്, സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. ഇതിൽ നെഗറ്റീവ് രേഖപ്പെടുത്തുന്നത് സെൽഷ്യസിൽ നമ്മൾ കണ്ടത് -°C നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 0°, -30, -40 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കെൽവിൻ സ്കെയിലിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ കേൾക്കാത്തത്. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് സ്കെയിൽ ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. കെൽവിൻ സ്കെയിലാണ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത ഏക സ്കെയില്. ഓക്കെ, അടുത്തത്, പ്രഥമ ശുശ്രൂഷ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? പ്രഥമ ശുശ്രൂഷ ആരാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? ജോൺ ആംബുലൻസ് ആണ്. ആംബുലൻസ്, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പെട്ടെന്നുള്ള അടിയന്തരാവസ്ഥ സമയത്താണ് നമ്മൾ ഈ പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നത്. അടിയന്തരാവസ്ഥ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഈ ആംബുലൻസിനെ വിളിക്കുന്നതും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. സെന്റ് ജോൺ ആംബുലൻസ്, പ്രഥമ ശുശ്രൂഷ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാ? സെന്റ് ജോൺ ആംബുലൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ആമാശയത്തിനുള്ളിലെ രക്തസ്രാവത്തിന്റെ ലക്ഷണം ഏതാണ്? ബ്രൗൺ നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കുകയാണോ? ചുവപ്പ് നിറത്തിൽ നുരയോടുകൂടിയുള്ള രക്തം ഛർദ്ദിക്കലാണോ? കറുപ്പ് നിറത്തിലുള്ള മലമാണോ? ഉദരവേദനയും മൂത്രത്തോടുകൂടി രക്തവും പോകുന്നതാണോ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ബ്രൗൺ നിറത്തിലുള്ള രക്തം ഛർദ്ദിക്കലാണ് ആമാശയത്തിനുള്ളിലെ രക്തസ്രാവത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ അത്തരം ജ്വലനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സ്വാഭാവിക ജ്വലനം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. മനസ്സിലാക്കി വയ്ക്കുക. സ്വാഭാവിക ജ്വലനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മൾ പറഞ്ഞു പ്രഥമ ശുശ്രൂഷയുടെ പിതാവിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു. എന്നാൽ ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ആരാണ്? വില്യം റോഞ്ചൻ ആണോ? ഫെഡറിക് ഈസ്മാർക്ക് ആണോ? റോബർട്ട് ബോയിൽ ആണോ? വില്യം ഐന്തോവൻ ആണോ? വില്യം ഐന്തോവൻ എന്താ കണ്ടുപിടിച്ചത്? നമുക്കറിയാം. വില്യം ഐന്തോവൻ ECG ആണ് കണ്ടുപിടിച്ചത്. ECG എന്താണ്? ECGയുടെ ഫുൾ ഫോം ഇലക്ട്രോ കാർഡിയോ ഗ്രാഫ് ആണോ ഗ്രാം ആണോ? ഗ്രാം ആണ്. ECG കണ്ടുപിടിച്ചതാണ് വില്യം ഐന്തോവൻ. സോ അപ്പൊ അതല്ല. അപ്പോ റോബർട്ട് ബോയിൽ ആണോ? റോബർട്ട് ബോയിലും അല്ല, വില്യം റോൺസണും അല്ല. ആൻസർ ഫ്രെഡറിക് ഈസ്മാർക്ക് ആണ്. ആൻസർ ആരാണ്? ഫ്രെഡറിക് ഈസ്മാർക്ക് ആണ് ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമം ഏതാണ്? ജലമാണോ? നനഞ്ഞ വസ്തുക്കളാണോ? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? ക്ലാസ് എ ഫയറിന് അനുയോജ്യമല്ലാത്ത അഗ്നിശമന മാധ്യമമാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാകുന്ന ജ്വലന പ്രക്രിയ ഏതാണ്? കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാകുന്ന ജ്വലന പ്രക്രിയ പൂർണ്ണമാണോ അപൂർണമാണോ? നമുക്കറിയാം, പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അവശിഷ്ടവും ഉണ്ടാവില്ല. അപൂർണ ജ്വലനത്തിന് ഉദാഹരണമാണ് എന്ത്? കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാകുന്ന പ്രക്രിയ അപൂർണ ജ്വലനത്തിന് ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഏതെല്ലാം ഘടകങ്ങളാണ് ഫയർ ട്രയാങ്കിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്സിജൻ, ഹീറ്റ് പ്ലസ് ഫ്യൂവൽ ആണ്. ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ എന്നിവയാണ് ഫയർ ട്രയാങ്കിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ തന്നെ പഠിച്ചു പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന രീതി നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ അറിയാം. സ്റ്റാർവേഷൻ ആണോ? കൂളിംഗ് ആണോ? സ്മോദറിംഗ് ആണോ? ഇഞ്ചക്ഷൻ ആണോ? സ്റ്റാർവേഷൻ ആണ്. മനസ്സിലായില്ലേ? സ്റ്റാർവേഷൻ ആണ്. അതായത് അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഇന്ധനത്തിന് അതിന്റെ
ആഹാരം കിട്ടാതെയാകുന്നതാണ് സ്റ്റാർവേഷൻ. ഉദാഹരണം മനസ്സിലാക്കി വെക്കുക. സ്റ്റാർവേഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏത് തരം തീപിടുത്തത്തിന് വേണ്ടിയാണ് ഡി റേറ്റിംഗ് ഫയർ എക്സ്റ്റിംഗ്വിഷർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഏത് തരം തീപിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഡി റേറ്റിംഗ് ഉപയോഗിക്കുന്നത്? കത്തുന്ന ദ്രാവകങ്ങൾ ഉൾപ്പെടുത്തുന്ന തീപിടുത്തമാണോ? ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുത്തുന്ന തീപിടുത്തമാണോ? വൈദ്യുതി ഉപകരണങ്ങൾ ഉൾപ്പെടുത്തുന്ന തീപിടുത്തമാണോ? സാധാരണ വസ്തുക്കൾ ഉൾപ്പെടുന്ന തീപിടുത്തമാണോ? നമുക്ക് മനസ്സിലാക്കി വയ്ക്കുക. ജ്വലിക്കുന്ന ലോഹങ്ങൾ ഉൾപ്പെടുന്ന തീപിടുത്തമാണ്. ഡി റേറ്റിംഗ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീപിടുത്തം ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏത് ഗണത്തിൽപ്പെടുത്തുന്നു? ഏത് ഗണത്തിൽപ്പെടുത്തുന്നു? ക്ലാസ് എ ആണോ, ക്ലാസ് ബി ആണോ, ക്ലാസ് ഡി ആണോ, ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ക്ലാസ് ബി ആണ്. കത്തുന്ന ദ്രാവകങ്ങളാൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ബി കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നനവുള്ള വൈക്കോല് കൂട്ടിയിട്ടിരുന്നാൽ സ്വയം കത്താനുള്ള പ്രധാന കാരണം. നനവുള്ള വൈക്കോല് നമ്മൾ വിചാരിക്കും നനഞ്ഞതല്ലേ കത്തത്തില്ല എന്ന് വിചാരിക്കും, എന്നാൽ അത് കത്താനുള്ള ടെൻഡൻസി അതിന് കൂടുതലാണ്. എന്തുകൊണ്ടാണത്? വായുവിലെ ഓക്സിജന്റെ അളവ്, സൂര്യപ്രകാശം, സൂക്ഷ്മജീവികളുടെ ജീർണതയാണോ, അന്തരീക്ഷ മർദ്ദമാണോ? എന്താണ് അതിന് കാരണം? നമുക്കറിയാം സൂക്ഷ്മജീവികളുടെ ജീർണതയാണ് അല്ലേ? എത്ര സൂര്യപ്രകാശം ലഭിച്ചാലും നനവുള്ള വൈക്കോല് കത്താനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഇല്ല. സൂക്ഷ്മജീവികളുടെ ജീർണത തന്നെയാണ്. അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ഗ്യാസസ് പുറപ്പെടുകയും അത് കത്താനായിട്ടുള്ള സാഹചര്യം കൂടുതലാവുകയും ചെയ്യുന്നു. അടുത്തത്. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കാവുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഹീലിയം ആണോ, ഹൈഡ്രജൻ ആണോ? ഹൈഡ്രജനൊക്കെ ഉപയോഗിച്ചാൽ നമുക്കറിയാം പൊട്ടിത്തെറിക്കും അല്ലേ? ഹീലിയം, ഓക്സിജൻ ഒന്നും തീരെ ഉപയോഗിക്കാനേ പറ്റത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പാസ് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പാസ് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താ? പുഷ് എയിം സ്ക്വീസ് ആണോ? അതൊന്നും പറയണ്ട, നമ്മൾക്ക് മെയിൻ ആൻസറിലേക്ക് മാത്രം പോവാം. പുൾ എയിം സ്ക്വീസ് ആണ്. ഓക്കെ, പുൾ എയിം സ്ക്വീസ് ആണ് എന്നുള്ള കാര്യം, സ്വൈപ്പ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പുൾ എയിം സ്വൈപ്പ് ആണ് പാസ് എന്നതിന്റെ പൂർണ്ണ രൂപം. നിരവധി തവണ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് പുൾ എയിം സ്ക്വീസ് സ്വൈപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻജിനയുടെ കാരണം എന്താണ്? ശ്വാസകോശത്തിലേക്കുള്ള രക്തത്തിന്റെ അപര്യാപ്തത, തലച്ചോറിലേക്ക് ആവശ്യത്തിനുള്ള രക്തം എത്തുന്നില്ല, ഹൃദയപേശികളിലേക്കുള്ള രക്തത്തിന്റെ അപര്യാപ്തത, കാലിലെ പേശികളിൽ ആവശ്യത്തിന് രക്തം എത്തുന്നില്ല. ഏതായിരിക്കും? ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ കേട്ടില്ലേ? ആൻജിന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഹൃദയത്തിന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഹൃദയപേശികളിലേക്കുള്ള രക്തത്തിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന, അതാണ് ആൻജിനയ്ക്ക് കാരണമാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്തത്. ലോക പ്രഥമ ശുശ്രൂഷ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് മാത്രം പോവാം. സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ലോക പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത്. മാറിപ്പോകില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾക്ക് ശ്വസനമില്ലാതായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? CPR കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. CPR ഉടനെ ആരംഭിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അനാഫൈലാക്റ്റിക് ഷോക്കിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയസ്പന്ദനമായിരിക്കുമോ, ഭക്ഷണം, പ്രാണികുത്തല്, ചിലന്തിയുടെ കടി, ഇതൊക്കെ ആയിരിക്കുമോ? അല്ല 3-ാം ഡിഗ്രി പൊള്ളലായിരിക്കുമോ? അമിതമായ വ്യായാമമായിരിക്കുമോ? 3-ാം ഡിഗ്രി പൊള്ളലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് അനാഫൈലാക്റ്റിക് ഷോക്കിന്റെ കാരണമാണ് അമിതമായ വ്യായാമം കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അനാഫൈലറ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഹെമിലിഞ്ച് നടപടികളുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ശ്വാസനാളത്തിലുണ്ടായ തടസ്സം നീക്കം ചെയ്യൽ, ശ്വാസോച്ഛ്വാസ നിരക്ക് മനസ്സിലാക്കൽ, അപര്യാപ്തമായ ശ്വസനത്തെ ചികിത്സിക്കാൻ. ഏതായിരിക്കും കാരണം?
മനസ്സിലാക്കി വെക്കുക. ശ്വാസനാളത്തിനുണ്ടായ തടസ്സം നീക്കം ചെയ്യലാണ്. ഓക്കെ, ശ്വാസനാളത്തിലെ തടസ്സം നീക്കം ചെയ്യലാണ് ഹെമിലിഞ്ച് നടപടികളുടെ പ്രധാന ഉദ്ദേശം. ഓക്കെ, ചുവന്നതും വേദന ഉള്ളതും തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് ഏൽക്കുന്നതുമായ പൊള്ളൽ ഏതാണ്? ചുവന്നതും വേദനയുള്ളതും തൊലിയുടെ ഏറ്റവും പുറമേ ഭാഗത്ത് ഏൽക്കുന്നതുമായ പൊള്ളൽ, ഏറ്റവും നിസ്സാരമായിട്ടുള്ള പൊള്ളലാണത്. ഒന്നാം ഡിഗ്രി പൊള്ളൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നാം ഡിഗ്രി നമ്മൾ സാധാരണ കേൾക്കുന്ന അയൺ ബോക്സിന്റെ കയ്യിൽ നിന്നും ഒരു എണ്ണയൊക്കെ തെറിച്ചു കഴിഞ്ഞാൽ ഏൽക്കുന്നതായിട്ടുള്ള പൊള്ളലാണ് പറയുന്നത്. അധികം വേദന ഇല്ലാത്തത്, ചെറുതായിട്ട് ചുവന്നടിച്ച് മാത്രം വിട്ടുപോകുന്നതായിട്ടുള്ള പൊള്ളലിനെ പറയുന്നത് ഒന്നാം ഡിഗ്രി പൊള്ളല്. ഓക്കെ, മറക്കില്ലല്ലോ, ഒന്നാം ഡിഗ്രി പൊള്ളലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, CPRന്റെ പൂർണ്ണ രൂപം എന്താണ്? നമ്മൾ ചെറിയ വയസ്സുകളിൽ CPR എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതുവരെയും ചിലപ്പോൾ CPR എന്ന് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ആക്ച്വൽ അതിന്റെ പേരെന്താണ്? കാർഡിയോ പൾമണറി റെസക്സിറ്റേഷൻ ആണ്. കാർഡിയോ പൾമണറി റെസക്സിറ്റേഷൻ എന്നുള്ളത് ഓർത്തു വെക്കുക, മറന്നുപോകില്ലല്ലോ. ഇത് എഴുതി തന്നെ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയിൽ വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വരാൻ പോകുന്ന എക്സാംസിനായിട്ടുള്ള എല്ലാ വീഡിയോകളും നമ്മൾ തുടരെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് വേഗം കൈമാറുക, അവർക്കും ഉപകാരപ്പെടട്ടെ. താങ്ക് യു.